ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം എന്തോ സെറ്റാവാത്ത പോലെ തോന്നിയായിരുന്നു. പിന്നെ ഞാനത് എങ്ങനെയൊക്കെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ പറ കേട്ടോ, സെറ്റായോ ഇല്ലയോ എന്ന്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കണ പിള്ളേരാണെങ്കിൽ വലിയ വലിയ ക്ലാസ്സുകളിലേക്കാവുമ്പോൾ കുറേ പഠിക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ പഠനത്തിൻ്റെ തിരക്കുകൾ കൊണ്ടോ നമുക്ക് ഇഷ്ടമുള്ള കഴിവുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ പാട്ട് പാടലാണെങ്കിലോ ഡാൻസിങ് ആണെങ്കിലോ അല്ലെങ്കിൽ പടം വരക്കലാണെങ്കിലോ ഒക്കെ നിങ്ങൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ, അല്ല നിങ്ങൾ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ ഈ 2025 തീരണേക്ക് മുമ്പ് എന്തായാലും നിങ്ങളുടെ ഹോബീസിൽ അടുത്ത വർഷത്തേക്ക് ആക്കിക്കോട്ടെ. കാരണം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ സന്തോഷിക്കാൻ വേണ്ടി പറ്റും. ഇതൊരു മൈൻഡ് തെറാപ്പിയാണ്. നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക. നമ്മൾ സെൽഫ് ലവ് ചെയ്യുക എന്ന് പറയില്ലേ, അത് ഇതിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഞാനതിൻ്റെ കളറ് റാൻഡംലി ആദ്യം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ പിക്ചറിൽ നോക്കിയിട്ട് എവിടെയൊക്കെയാണോ ഷാഡോസ് വരുന്നത് അവിടെ ഷാഡോസ് കൊടുക്കുക, എവിടെയൊക്കെയാണ് ഹൈലൈറ്റ്സ് വരുന്നത് അവിടെ ഹൈലൈറ്റ്സ് കൊടുക്കുക, എവിടെയൊക്കെയാണ് കളർ വേരിയേഷൻസ് വരുന്നത് അവിടെയൊക്കെ നമ്മളത് ആ പിക്ചറിലെ പോലെ തന്നെ ചെയ്ത് പഠിക്കാം. പണ്ടൊക്കെ പേപ്പർ കട്ടിങ്സൊക്കെ വെച്ചിട്ട് അത് നോക്കിയിട്ടൊക്കെ ആയിരുന്നു വരയ്ക്കുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് പലതരം ആപ്പുകളുണ്ട്, നെറ്റിൽ നിന്ന് എടുക്കാം. അതുപോലെ പിൻട്രസ്റ്റിൽ നിന്നൊക്കെ എടുത്തിട്ട് നമുക്ക് പിക്ചേഴ്സൊക്കെ വരയ്ക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരച്ച് പെയിൻറ്റ് ചെയ്ത് പഠിക്കുക. ചെയ്യുന്തോറും നമുക്ക് ഇമ്പ്രൂവായി വരും. ഞാനിപ്പോൾ പ്രൊഫഷണലി പെയിൻറ്റിങ് ചെയ്യാനൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ ഓരോ യൂട്യൂബ് ചാനൽ കണ്ടും അല്ലാതെ തന്നെ അതിനോടുള്ള ഇഷ്ടം കൊണ്ട് ചെറുപ്പം മുതലേ പെയിൻറ്റ് ചെയ്ത് അങ്ങനെ പഠിച്ചിട്ടുള്ളതാണ് സ്കൂളിൽ നിന്നൊക്കെ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ കട്ടിങ്ങാണ് കേട്ടോ. കട്ടിങ് വരച്ചേക്കുന്നതാണ് കേട്ടോ. അത് വട്ടത്തിലാണ് കട്ട് ചെയ്തേക്കണം. അതുകൊണ്ട് തന്നെ അതിൻ്റെ സീഡ്സ് ഒരു പ്രത്യേക രീതിയിലാണ് അത് പോയേക്കുന്നത്. ഞാനപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഹാഷ് കളറും ബ്ലാക്ക് കളറും വെച്ചിട്ടാണ് സീഡ്സ് എല്ലാം വരച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക.